5ഉം കൂടി ഇവിടെ തുടങ്ങുകയാണ് ഞാൻ. അരോമാറ്റിക് സൾഫർ കോമ്പൗണ്ട്സും നൈട്രജൻ കോമ്പൗണ്ട്സും ആണ് നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. ഓർഗാനിക് സൾഫർ ആൻഡ് നൈട്രജൻ കോമ്പൗണ്ട്സ്. അതിനകത്ത് ആരോമാറ്റിക് സൾഫർ കോമ്പൗണ്ട്സ് ആണ് ആദ്യം നമുക്കുള്ളത്. അതാണ് ഞാൻ ആദ്യം തുടങ്ങുന്നത്. ഇപ്പം പാരലായിട്ട് മൊഡ്യൂൾ 6 സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സും കൂടി എടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ 2 മൊഡ്യൂൾ ഒന്നിച്ചങ്ങ് ഏകദേശം ഒരു തീരുമാനമാക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നിച്ച് തുടങ്ങുന്നത്. കാരണം ഓരോ മൊഡ്യൂൾ കൊണ്ടിരുന്നാൽ ചിലപ്പം തീരാൻ ഇത് വരുമായിരിക്കും. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ആരോമാറ്റിക് സൾഫർ കോമ്പൗണ്ടുകളിനകത്ത് പഠിക്കാനുള്ളത് കുറച്ച് സൾഫോണിക് ആസിഡുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബെൻസീൻ സൾഫോണിക് ആസിഡ്, ടൊളുവിൻ സൾഫോണിക് ആസിഡ്, ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്, ഇതൊക്കെ ആ ഒരു വിഭാഗത്തിൽ വരുന്നതാണ്, ആരോമാറ്റിക് സൾഫോണിക് ആസിഡ്സ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ. പിന്നെ ഉള്ളത് സൾഫാ ഡ്രഗ്സ് ആണ്. സൾഫാ ഡ്രഗ്സിനകത്താണ് പിരിഡീൻ, സൾഫാതയസോൾ, സൾഫാഡയസീൻ, സൾഫാനിലിക് ആസിഡ്, സൾഫാനിലമൈഡ് എന്ന് പറയുന്ന ഈ സംഭവങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് വരുന്നത് സൾഫാ ഡ്രഗ്സ്. സൾഫർ കൊണ്ട് നിർമ്മിച്ച ഡ്രഗ്സുകളെയാണ് സൾഫാ ഡ്രഗ്സ് എന്ന് പറയുന്നത്. സൾഫർ ഇതായിട്ട് വരുന്നത്, ഹെട്രോ ആറ്റമായിട്ട് വരുന്നത്, അതാണ് നമുക്ക് സൾഫാ ഡ്രഗ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പം ഇത്രയാണ് ആരോമാറ്റിക് സൾഫർ കോമ്പൗണ്ട്സിനകത്ത് നമുക്ക് ആ ഒരു യൂണിറ്റിനകത്ത് നമുക്കുള്ളത്. പിന്നെ നൈട്രജൻ്റെ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ആരോമാറ്റിക് സൾഫോണിക് ആസിഡ്സ് ആ ഒരു വിഭാഗത്തിൽ വരുന്നതാണ് ഈ ബെൻസീൻ സൾഫോണിക് ആസിഡ്, പാരാഅമിനോ ബെൻസീൻ സൾഫോണിക് ആസിഡ്, ടൊളുവീൻ സൾഫോണിക് ആസിഡ്, പാരാടൊളുവീൻ സൾഫോണിക് ആസിഡ് എന്ന് പറയുന്ന കുറച്ച് ആസിഡ്സുകൾ. എന്തുകൊണ്ടാണ് ഇവരെ സൾഫോണിക് ആസിഡ്സ് എന്ന് പറയുന്നത്? ബിക്കോസ് ദേ ഹാവ് SO3H ഗ്രൂപ്പ് ആസ് എ ഫങ്ഷണൽ ഗ്രൂപ്പ്. അവർക്ക് SO3H ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുമ്പോഴാണ് അവരെ സൾഫോണിക് ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇഫ് ദാറ്റ് SO3H ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു ആൻ ആരോമാറ്റിക് റിംഗ്, if it is attached to an aromatic ring, that is called aromatic sulfonic acid. അവരെയാണ് നമ്മൾ ആരോമാറ്റിക് സൾഫോണിക് ആസിഡ്സ് എന്ന് പറയുക. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ സൾഫോണിക് ആസിഡ്സ് ഉണ്ടാവുക അല്ലെങ്കിൽ SO3H ഗ്രൂപ്പ് വരിക? ആരോമാറ്റിക് ന്യൂക്ലിയസിനകത്ത് ഏതെങ്കിലും 1-2 ഹൈഡ്രജൻ ആറ്റംസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മളുടെ SO3H ഗ്രൂപ്പ് അവിടെ വരിക. ഓക്കെ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൾഫണേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ ജനറൽ ഫോർമുല ArSO3. ആരോമാറ്റിക് കോമ്പൗണ്ടുകളെ കാണിക്കാനുള്ള ഒരു ജനറൽ ഫോർമുലയാണ് AR എന്ന് നമ്മൾ എഴുതും. ആൻഡ് ദിസ് മീൻസ് ആരോമാറ്റിക് സൾഫോണിക് ആസിഡ്. ഓക്കെ, സൾഫണേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് നമ്മൾ നമുക്ക് എന്ത് കിട്ടുന്നത്? സൾഫോണിക് ആസിഡ്സ് അല്ലെങ്കിൽ SO3H ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്ന കോമ്പൗണ്ടുകൾ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അതിൻ്റെ കുറച്ച് എക്സാമ്പിളാണ് ബെൻസീൻ സൾഫോണിക് ആസിഡ്, ടൊളുവിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെൻസീൻ റിങ്ങിൽ CH3 അറ്റാച്ച് ചെയ്തതാണ് ടൊളുവിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എന്താണ് SO3H ഗ്രൂപ്പ് വന്നാൽ നമ്മൾ അവരെ ടൊളുവിൻ സൾഫോണിക് ആസിഡ് എന്ന് വിളിക്കും. ആൻഡ് ഓർത്തോ ആണോ പാരാ ആണോ മെറ്റ ആണോ എന്ന് നമ്മൾ നോക്കിയിട്ടാണ് അതിനെ നെയിം ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഓർത്തോയിലാണ് കിടക്കുന്നത്. മെറ്റയിലാണ് ഇവിടെയാണ് വന്നിരുന്നെങ്കിൽ നമ്മൾ ടൊളുവിൻ സൾഫോണിക് ആസിഡും, ഇവിടെയാണെങ്കിൽ പാരാ ടൊളുവിൻ സൾഫോണിക് ആസിഡ് എന്നായിരിക്കും വിളിക്കുന്നത്. ദിസ് ഇസ് എ പാരാ ടൊളുവിൻ സൾഫോണിക് ആസിഡ്. പാരാ പൊസിഷനിലാണ് സൾഫോണിക് ആസിഡ് വന്നിരിക്കുന്നത്, SO3H ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. ഓക്കെ, അതാണ് ഈ സൾഫോണിക് ആസിഡുകളുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഓരോ സൾഫോണിക് ആസിഡിൻ്റെ പേരെടുത്ത് നിങ്ങളുടെ സിലബസിൽ പറയുന്നുണ്ട്. ബെൻസീൻ സൾഫോണിക് ആസിഡ്, ദെൻ ടൊളുവിൻ സൾഫോണിക് ആസിഡ്, ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. ഇത്രയും നിങ്ങളുടെ സിലബസിൽ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ഇത്രയുമാണ് നിങ്ങളുടെ സിലബസിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം എന്താണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ഓക്കെ, അത് പഠിക്കണം. സിന്തസിസ് പഠിക്കണം. അതിൻ്റെ പ്രോപ്പർട്ടീസ്
ഓക്കെ പ്രോപ്പർട്ടീസ് കുറച്ചേ കാണത്തുള്ളൂ. അതിൻ്റെ റിയാക്ഷൻസ് പഠിക്കണം. ദെൻ അതിൻ്റെ യൂസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂസസും പഠിക്കണം. എന്താ മേ ബി എന്താ ഇത് ഞാനങ്ങനെ കണ്ടിട്ടില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റെഫർ ചെയ്യുക, അതിനനുസരിച്ച് ഓരോ ടോപ്പിക്കുകൾ പഠിക്കുക കേട്ടോ. എന്തായാലും എല്ലാം പറഞ്ഞു തരേണ്ടത് എൻ്റെ ഒരു ഇതാണല്ലോ. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് ചോദിക്കുകയാണെങ്കിൽ എന്താ ബെൻസീൻ ഒന്നീ പ്രോപ്പർട്ടീസ് ഓഫ് ബെൻസീൻ സൾഫോണിക് ആസിഡ് അല്ലെങ്കിൽ റിയാക്ഷൻസ് എന്തൊക്കെയാണ് ബെൻസീൻ സൾഫോണിക് ആസിഡ് തരുന്ന റിയാക്ഷൻ, അതിൻ്റെ ഏതെങ്കിലും 2 എണ്ണം എഴുതാൻ ചോദിച്ചിട്ട് അതിൻ്റെ യൂസ് ആയിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ കാണാറ്. പിന്നെ ഇതിനകത്ത് ചിലതിനകത്ത് ചില റിയാക്ഷനുകളുണ്ട്, പെക്യുലിയർ റിയാക്ഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളത് അതുപോലെ തന്നെ പഠിക്കണം. ചിലപ്പോൾ അതെടുത്തായിരിക്കും ചോദിക്കുന്നത്. അത് വരുമ്പോഴത്തേക്ക് അത് അങ്ങനെ വരുമ്പോൾ ഞാൻ പറയാം എന്തായാലും. ഓക്കെ, നമുക്ക് ആദ്യം ബെൻസീൻ സൾഫോണിക് ആസിഡിലേക്ക് കിടക്കാം. ഓക്കെ, ബെൻസീൻ സൾഫോണിക് ആസിഡ്സിന് ഇതിനകത്ത് പല തരത്തിൽ സിന്തസൈസ് ചെയ്യാമെന്ന് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും 2 or 3 എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇതിനകത്ത് എളുപ്പമുള്ളത് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. എന്നാലും കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നതും ഓർത്തിരിക്കാൻ പറ്റുന്നതുള്ള സിന്തസിസുകൾ ഞാൻ പറയാം. എല്ലാം ഞാൻ പറയും, എന്നാലും ഏതാണോ ഓർത്തിരിക്കാൻ പറ്റുന്നത് അത് പഠിക്കുക, ഒരു 2 or 3 എണ്ണം. ഓക്കെ, ബെൻസീൻ സൾഫോണിക് ആസിഡിനെ ആദ്യം ബെൻസീൻ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വെച്ച് എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. ബെൻസീനും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും C6H6H2SO4. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇതിനകത്ത് SO3H ഗ്രൂപ്പ് ഉണ്ട്. ആ SO3H ഗ്രൂപ്പ് ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കയറും. ഓക്കെ, C6H5 ഒരു H ആണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത്. അതിൻ്റെ C6H6 എന്നല്ലേ. ഓക്കെ, ഇനി H2SO4 ഞാൻ ഇങ്ങനെ എഴുതാണ്. H2SO4 SO3H നമ്മളങ്ങ് മാറ്റുവാണ് H2SO4 നിന്ന്. ഓക്കെ, ബാക്കി അവിടെ ഒരു ഓക്സിജൻ ഉണ്ട്, ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വാട്ടറായിട്ട് എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. എന്നിട്ട് ഇത് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് ഒറ്റ കോമ്പൗണ്ടായിട്ട് മാറുന്നു, C6H5SO3H. ഇതാണ് നമ്മുടെ ബെൻസീൻ സൾഫോണിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് റിയാക്ഷനിൽ നമ്മൾ എന്താണ് ചെയ്തത്, ബെൻസീനും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും മാത്രം എടുത്ത് എന്ത് ചെയ്യുന്നു, റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ഈ ഒരു ഒറ്റ റിയാക്ഷൻ. ഓക്കെ, ഇനി എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ, സെക്കൻഡ്, ബെൻസീൻ റിയാക്ട്സ് വിത്ത് ഇക്വിമോളാർ എമൗണ്ട് ഓഫ് ക്ലോറോസൾഫോണിക് ആസിഡും കാർബൺ ടെട്രാക്ലോറൈഡും കൂടി എടുത്തിട്ട് ബെൻസീൻ സൾഫോണിക് ആസിഡ് ഉണ്ടാക്കുന്നു. ബെൻസീനെ ക്ലോറോസൾഫോണിക് ആസിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നു. കാർബൺ ടെട്രാക്ലോറൈഡ് അവിടുത്തെ എന്താണ് കാറ്റലിസ്റ്റ് പോലെ ആക്ട് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, അപ്പം അതെങ്ങനെയാണ്, C6H5 ഞാൻ വീണ്ടും C6H6നെ ഇങ്ങനെ എഴുതുകയാണ്. ക്ലോറോസൾഫോണിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു വെക്കണം. ക്ലോറോസൾഫോണിക് ആസിഡ് എന്ന് പറയുന്നത് ClSO3H ആണ്. സോ SO3HCl. അപ്പോൾ നേരത്തെ വാട്ടർ എലിമിനേറ്റ് ചെയ്തതുപോലെ ഇവിടെ നിന്ന് എന്ത് എലിമിനേറ്റ് ചെയ്യും, HCl എലിമിനേറ്റ് ചെയ്യും. നമ്മളിങ്ങനെ റിയാക്ഷൻസ് എഴുതിയിട്ട് എന്ത് പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടേണ്ടതെന്ന് നമുക്കറിയാം. സോ അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ള ഒരു ഇതായിരിക്കണം നമ്മളുടെ മനസ്സിൽ വരേണ്ടത്. അപ്പോൾ എന്ത് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലായിരിക്കും നമുക്ക് വേണ്ട പ്രോഡക്റ്റ് കിട്ടാൻ പോകുന്നതെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. എന്നിട്ട് റിയാക്ഷൻ എഴുതണം. അത്രേ ഉള്ളൂ ഈ റിയാക്ഷൻസിൻ്റെ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പിന്നെയും എന്ത് കിട്ടും, ബെൻസീൻ സൾഫോണിക് ആസിഡ് തന്നെ കിട്ടത്തില്ലേ. ഈ റിയാക്ഷനിൽ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല.
ഓക്കെ, നമ്മളത് കണ്ടില്ലേ, HCl ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എന്ത് ചെയ്യുന്നു, ഗ്യാസ് ആയതുകൊണ്ട് എസ്കേപ്പ് ചെയ്ത് പോകുന്നു. അതുകൊണ്ട് നമുക്ക് പ്യുവർ സൾഫോണിക് ആസിഡിനെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മെത്തേഡ് കൂടിയായി മാറുന്നു ഈ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ ഒരു സിന്തസിസ് എന്ന് പറയുന്നത്. അപ്പം ചിലപ്പോൾ പ്യുവർ സൾഫോണിക് ആസിഡിനെ പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ് പാർട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എഴുതാനായിട്ട് പറ്റും. എന്താണ്, ബെൻസീനെ ക്ലോറോ സൾഫോണിക് ആസിഡുമായിട്ട് കാർബൺ ടെട്രാക്ലോറൈഡിലിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പ്യുവർ ആയിട്ടുള്ള ബെൻസീൻ സൾഫോണിക് ആസിഡ് കിട്ടും. അതിൻ്റെ ഒറ്റ കാരണം എന്ന് പറയുന്നത് എന്താണ്, റീസൺ എന്താണ്, അവിടെ വാട്ടർ മോളിക്യൂൾസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അവിടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന സാധനം HCl ഗ്യാസ് ആണ്. അത് സൊല്യൂഷനിൽ നിന്ന് ഗ്യാസ് ആയതുകൊണ്ട് എസ്കേപ്പ് ആയി പൊക്കോളും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ അങ്ങനെ പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ സിന്തസിസ് എന്ന് പറയുന്നത് ബെൻസീന് സൾഫ്യൂറൈൽ ക്ലോറൈഡ്. അപ്പോൾ സൾഫോണിക് ആസിഡ്, ക്ലോറോ സൾഫോണിക് ആസിഡ്, സൾഫ്യൂറൈൽ ക്ലോറൈഡ്, ഇതെല്ലാം എന്ത് വേണം, ഓർമ്മ വേണം. ഈ റിയേജൻസ് എല്ലാം ഓർമ്മ വേണം. അത് കറക്റ്റായിട്ട് പഠിക്കണം പക്കയായിട്ട്. ഓക്കെ, ബെൻസീന് സൾഫ്യൂറൈൽ ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് ഉണ്ടാവും. അതിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ബെൻസീൻ സൾഫോണിക് ആസിഡ് കിട്ടും. ഓക്കെ, സൾഫ്യൂറൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൾഫ്യൂറൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ SO2Cl2 എന്ന് പറയുന്ന സാധനമാണ് സൾഫ്യൂറൈൽ ക്ലോറൈഡ്. ഓക്കെ, SO2Cl2. ഇനി ഇതിനെ നോക്കിയേ, SO2Cl അവിടെ തന്നെ അവർ എഴുതി കാണിക്കുന്നുണ്ട്, C6H5H. ഓക്കെ, അത് നമ്മൾ ബെൻസീനാണത്. ഒരു Cl മാറ്റി എഴുതാണ് SO2Cl. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, HCl എലിമിനേറ്റ് ചെയ്ത് പോകും. അലൂമിനിയം ക്ലോറൈഡ് അവിടുത്തെ കാറ്റലിസ്റ്റ് ആണ്, HCl എലിമിനേറ്റ് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, C6H5SO2Cl. അതാണ് ഇവിടെ കിട്ടിയത്. അത് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് ആണ്. ബെൻസീൻ സൾഫോണിക് ആസിഡ് ആവണമെങ്കിൽ അവിടെ എന്ത് വരണം, SO3H ഗ്രൂപ്പ് വരണം. ഇനി H2O ആയിട്ട് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഇവിടെ ഒരു ബ്രേക്കേജ് സംഭവിക്കും. ഇവിടെ വാട്ടറിൻ്റെ Hഉം കയറും, ഇവിടെ വാട്ടറിൻ്റെ OHഉം കയറും. ഓക്കെ, അപ്പോൾ C6H5SO3 ആയി. ഇവിടെ ഒരു ഓയും കൂടി കിട്ടിയല്ലോ, SO3H ആയി, SO3H. ദെൻ ഇവിടെ H ഉണ്ടായിരുന്നു, ഇവിടെ H കയറിയപ്പോഴത്തേക്ക് അത് HCl ആയിട്ട് അങ്ങ് പോയി. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, ബെൻസീൻ സൾഫോണിക് ആസിഡ് നമുക്കിവിടെ നിന്ന് കിട്ടും. ഓക്കെ, ഇനി തയോഫിനോളിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ, KMnO4 ഓക്സിഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ബെൻസീൻ സൾഫോണിക് ആസിഡ് കിട്ടും. ഓക്കെ, തയോഫിനോൾ എന്ന് പറയുന്നത് എന്താണ്, C6H5. ബെൻസീനകത്ത് തയോ ഗ്രൂപ്പ് വരുന്നതാണ് ഈ തയോഫിനോൾ എന്ന് പറയുന്നത്. അത് C6H5SH. ഓക്കെ, ഓക്സിഡേഷൻ KMnO4 വെച്ച് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ബെൻസീൻ സൾഫോണിക് ആസിഡ് കിട്ടും. അതിനകത്ത് എന്താണ്, ഡയറക്റ്റ് എഴുതുക പ്രൊഡക്റ്റ്. ഓക്കെ, ഇത് ഇത്രയുമാണ് സിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ, പ്രോപ്പർട്ടീസ് കളർലെസ് ക്രിസ്റ്റലൈൻ ഡെലിക്വിസൻ സോളിഡ് ആണ് ബെൻസീൻ സൾഫോണിക് ആസിഡ്. പ്രോപ്പർട്ടീസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സോലുബിൾ ഇൻ വാട്ടർ ആണ്, സൊല്യൂഷനിൽ സ്ട്രോങ്ലി അസിഡിക് ആണ്, നോൺ വോളറ്റൈൽ ആണ്, പിന്നെ വാട്ടറിൽ അയണൈസ് ചെയ്യും. അത് ഓഫ് കോഴ്സ് എല്ലാ ആസിഡ്സും വാട്ടറിൽ അയണൈസ് ചെയ്തിട്ട് ഒരു ആനയോണിക് പാർട്ടും ഒരു അസിഡിക് പാർട്ടും എന്ന് പറഞ്ഞാൽ H+നെ കൊടുക്കാൻ എബിലിറ്റി ഉള്ളതുകൊണ്ടല്ലേ അവർ ആസിഡ്സ് എന്ന് പറയുന്നത്. അത് എന്തായാലും വാട്ടറിൽ എന്തായാലും അയണൈസ് ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഇതിൻ്റെ റിയാക്ഷൻസ് ആണ്. റിയാക്ഷൻസ് ഒരു 2-3 പഠിച്ച് വെച്ചാൽ നല്ലതായിരിക്കും. റിയാക്ഷൻസ് നമ്മൾ ഇപ്പം സിന്തസിസ് പഠിച്ചില്ല, അതുപോലെ തന്നെ എളുപ്പമുള്ള റിയാക്ഷൻസ് ആണ് നമ്മൾ ഉള്ളത്. ആദ്യം തന്നെ അസിഡിക് ക്യാരക്ടർ തെളിയിക്കാനായിട്ട് ഉള്ള റിയാക്ഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, SO3Hനകത്തുള്ള ഹൈഡ്രജൻ ആറ്റം എന്താണ് ഡൊണേറ്റ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് കിട്ടുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതാണ് അസിഡിക് ക്യാരക്ടർ. ഞാനിപ്പോൾ പറഞ്ഞില്ല, അസിഡിറ്റി ഉള്ളത് എന്തുകൊണ്ടാണെന്ന്, അല്ലെങ്കിൽ അത് അസിഡിക് ആണെന്ന് പറയാൻ കാരണം എന്താണ്, H+നെ ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പം SO3Hനകത്ത് H കൊടുത്തു കഴിഞ്ഞിട്ട് അത് വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റിലോട്ട് മാറുന്നതാണ് നമ്മളിനി ആ അസിഡിക് ക്യാരക്ടർ എന്ന് പറയുന്ന ഹെഡിൻ്റെ താഴെ കാണാൻ പോകുന്നത്.
Okay, like other acids, sulfonic acids can neutralize alkalis and decompose carbonates and react with the metals. Okay, മറ്റുള്ള ആസിഡ്സിനെ പോലെ തന്നെ ആൽക്കലിയുമായിട്ട് ന്യൂട്രലൈസ് ചെയ്ത് സോൾട്ട് ഉണ്ടാക്കാനും മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യാനും എല്ലാം സൾഫോണിക് ആസിഡിനും കഴിവുണ്ടോ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊരു ആസിഡാണ്, C6H5SO3H, ബെൻസീൻ സൾഫോണിക് ആസിഡ്. ഇതെന്താണ്? NaOH, ബേസ് ആണ്. അത് തിരിച്ചെഴുതിയേക്കുന്നതേ ഉള്ളൂ നിങ്ങളെ കാണിക്കാനായിട്ട്. ബേസും ആസിഡും കൂടി റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? അതിൻ്റെ സോൾട്ട് കിട്ടണം. അതാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ നിന്ന് ഒരു എച്ചും ഇവിടുന്ന് OHും പോയി കഴിഞ്ഞാൽ നമുക്ക് SO3Na എന്ന് പറയുന്ന സാധനം കിട്ടും. ഇത് അതിൻ്റെ സോൾട്ടാണ്, C6H5SO3Na+. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാർബണേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കാർബണേറ്റിനകത്ത് Na എന്ത് ചെയ്യുന്നു? നമ്മുടെ SO3 ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് സോൾട്ട് ഉണ്ടാവുന്നു. ഇതിനകത്ത് ഒരു ഓക്സിജൻ എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ 2H ഉണ്ട്, കാരണം 2 സൾഫോണിക് ആസിഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 2Hഉം പിന്നെ ഇതിനകത്ത് ഒരു ഓക്സിജനും കൂടി H2O ആയിട്ട് പോകുന്നു. ആൻഡ് ഇതിനകത്ത് ബാക്കിയുള്ള 2 ഓക്സിജനും Cയും കൂടി കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് എലിമിനേറ്റ് ആയി പോകുന്നു. ഓക്കെ, 2 റിയാക്ഷൻ വല്ലതും പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവുന്നു? അതിൻ്റെ സോൾട്ടായി മാറുന്നു, മെറ്റൽ സോൾട്ടായി മാറുന്നു. പിന്നെ 2 ഹൈഡ്രജൻ, ഇവിടുത്തെ ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് റിയാക്ഷൻസ് ഡ്യൂ ടു ഹൈഡ്രജൻ ആറ്റം ഓഫ് SO3H ഗ്രൂപ്പ്. നെക്സ്റ്റ് റിയാക്ഷൻസ് ഇൻവോൾവിങ് OH ഗ്രൂപ്പ് ഓഫ് SO3H ഗ്രൂപ്പ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തത് SO3Hനകത്ത് OH ഗ്രൂപ്പ് ആയിരിക്കും എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കിയേ, ഇതിനെ എന്ത് ചെയ്യുന്നു? PCl5 വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പം C6H5SO3Hനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ എഴുതുകയാണ്. ഇത് SO3H തന്നെയല്ലേ, പ്ലസ് PCl5. ഓക്കെ, ഇതിനകത്ത് ഒരു ക്ലോറിൻ ചെന്ന് ഇതുമായിട്ട് അറ്റാച്ച്ഡ്, ഇവിടെ ബ്രേക്ക് ആവും. ഒരു ക്ലോറിൻ ഇവിടെ പോവും, C6H5SO2Cl ആയിട്ട് മാറും. അതാണ് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. ഓക്കെ, ബൈ പ്രോഡക്ട്സ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് കാണിച്ചു തരാം. അതിപ്പോൾ ഇതിനകത്ത് ബാക്കി 4 ക്ലോറിൻ ഇതിനകത്തുണ്ടല്ലോ, അത് P, ഇവിടുത്തെ ഒരു ഓക്സിജൻ POCl3 ആയിട്ട് മാറും. ഇനി ഇവിടെ ഒരു H ഉണ്ട്, ഇവിടെ ഒരു ക്ലോറിനും കൂടിയുണ്ട്. ഓക്കെ, അത് HCl ആയിട്ട് മാറും. അങ്ങനെയാണ് ആ ബൈ പ്രോഡക്ട്സ് വരുന്നത്. ഓക്കെ, ഈ PCl5 ആയിട്ടുള്ള റിയാക്ഷനിൽ എന്താണ്? SO3Hനകത്ത് OH ഗ്രൂപ്പാണ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്. അത് ഓർമ്മ വേണം. ഓക്കെ, ഇനി നമ്മൾ സൾഫണൈൽ ക്ലോറൈഡിനെ എന്ത് ചെയ്യുകയാണ്? അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, C6H5SO2Cl പ്ലസ് അമോണിയ എന്ന് പറഞ്ഞാൽ എന്താണ്? NH3. ഓക്കെ, സംശയമില്ലല്ലോ. NH2H ഇങ്ങനെ എഴുതുവാണ്, ഇത് NH3 തന്നെയല്ലേ. അപ്പം ഇവിടെ നിന്ന് HCl എലിമിനേറ്റ് ആയി പോകും. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് C6H5SO2NH2. ഇതൊരു അമൈഡാണ്, NH2 ഗ്രൂപ്പ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് സൾഫണമൈഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് കിട്ടും. നമ്മൾ ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡിനെ അമോണിയ ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൾഫണമൈഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഹൈഡ്രൈഡുകൾ ഫോം ചെയ്യുക. അൺഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പം എന്താണ്? ഒരു ആരോമാറ്റിക് ആസിഡ്. ഓക്കെ, COOH. ഓക്കെ, നെക്സ്റ്റ് ആരോമാറ്റിക് ആസിഡ്, 2 ആരോമാറ്റിക് ആസിഡ് എടുക്കുകയാണ്, COOH. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇങ്ങനെ വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അടുത്തത് അൺഹൈഡ്രൈഡ് ഫോം ചെയ്തു എന്ന് ഞാൻ പറയുന്നു. അതെങ്ങനെയാണ്? CO
കണ്ടോ, ഇങ്ങനെ ഒരു ഓക്സിജൻ ആറ്റം, എക്സ്ട്രാ ഒരു ഓക്സിജൻ ആറ്റം, രണ്ട് എന്താണ് ആസിഡ് ഗ്രൂപ്പുകളെയും കണക്ട് ചെയ്യും. അതിനെയാണ് അൺഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആസിഡ്സിൽ നിന്ന് ഒരു മോളിക്യൂള് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് ഉണ്ടാവുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മൾ അൺഹൈഡ്രേറ്റ് എന്ന് വിളിക്കുന്നത്, പൊതുവെ അൺഹൈഡ്രേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിയേ, രണ്ട് മോളിക്യൂള് C6H5SO3H എടുക്കുന്നു. P2O5 അവിടുത്തെ റിയേജൻ്റ് അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ അതിനെ എന്ത് ചെയ്യുകയാണ്, ഹീറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരു മോളിക്യൂൾ വാട്ടർ പോകുന്നു. നോക്കിയേ, C6H5SO3H, C6H5SO2OH. അപ്പം ഇത് എവിടെ നിന്ന് വേണമെങ്കിലും ഇപ്പോൾ ഇപ്പം മേളിൽ നിന്ന് OH പോയിട്ട് താഴേന്ന് ഹൈഡ്രജൻ പോകാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. എവിടെ നിന്ന് വേണേലും നമുക്ക് വാട്ടർ എലിമിനേറ്റ് ചെയ്യാം. എങ്ങനെ ആയാലും ഒരു മോളിക്യൂൾ വാട്ടർ എലിമിനേറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, C6H5, ഇവിടെ SO2 എന്നാക്കുന്നു, ഇവിടെ SO3 അല്ലേ, ഈ ഓക്സിജനാണ് കണക്ട് ചെയ്ത് വരുന്നത്, C6H5SO2. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഒരു അൺഹൈഡ്രൈഡ് എന്ത് കിട്ടുന്നു, ഡീഹൈഡ്രേഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നു. നെക്സ്റ്റ് റിയാക്ഷൻസ് ഇൻവോൾവിങ് ഹോൾ ഓഫ് SO3H ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും വരെ എന്താണ്, ആദ്യം SO3H ഗ്രൂപ്പിൻ്റെ ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തു, പിന്നെ അതിൻ്റെ OH ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ SO3H മൊത്തത്തിൽ എന്ത് ചെയ്യുകയാണ്, റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ബെൻസീൻ സൾഫോണിക് ആസിഡിനെ വാട്ടർ വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുക, അണ്ടർ ഡൈല്യൂട്ട് ആസിഡ് വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് SO3H ഗ്രൂപ്പ് മൊത്തത്തോടെ പോയിട്ട് ഇവിടേക്കൊരു ഹൈഡ്രജൻ ആറ്റം വരും വാട്ടറിൽ. അപ്പോൾ C6H6 ബെൻസീൻ കിട്ടും. ദെൻ ബാക്കി എന്താണ്, ഇവിടെ ബാക്കി OH ആണുള്ളത്, അത് ഇവിടേക്ക് പോകും. അപ്പോൾ H2SO4 ആയിട്ട് മാറും. ഓക്കെ, സിമ്പിൾ റിയാക്ഷൻ. ഓക്കെ, ഇനി റീപ്ലേസ്മെൻറ്റ് ഓഫ് SO3H by OH അതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സോഡിയം സോൾട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ റിയാക്ഷൻസ് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് എന്താണ് നമ്മൾ പറഞ്ഞില്ലേ, അവിടെ ഉണ്ടാവുന്ന പ്രോഡക്റ്റിനെ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുകയാണ്, തിരിച്ച് ഒരു ഇത് ചെയ്യുകയാണ്. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ C6H5SO3Na അതിൻ്റെ എന്താണ്, സോഡിയം സോൾട്ടാണ് ആ ആസിഡിൻ്റെ. കോസ്റ്റിക് സോഡ വെച്ച് എന്താണ് NaOH വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഫീനോളിൻ്റെ സോഡിയം സോൾട്ട് കിട്ടും. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഇവിടെ നിന്ന് SO3Na മൊത്തത്തോടെ പോകും. ഓക്കെ, ഇത് പോയിട്ട് ONA ഇവിടോട്ട് കയറും. ഓക്കെ, ONA. ബാക്കി ബൈ പ്രൊഡക്ട്സ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കി എന്താണ്, ഒരു ONA ആണ് ഇവിടെ കയറിയത്. ബാക്കി എന്തുണ്ട്, ഒരു സോഡിയം ഉണ്ട്, ഇവിടുത്തെ ഒരു സോഡിയം ഉണ്ട്. അങ്ങനെയാണ് Na2SO3 വരുന്നത്, Na2SO3. പിന്നെ ഒരു മോളിക്യൂൾ വാട്ടർ. പിന്നെ ഇതാണ് മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എന്താണ്, സോഡിയം സോൾട്ട് ഓഫ് ഫീനോൾ നമുക്ക് കിട്ടും. അതിനെ നമ്മൾ HCl വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫീനോൾ കിട്ടും. ONA എന്ത് ചെയ്യുന്നു, പോകുന്നു. ദെൻ OH ഇങ്ങോട്ട് കയറുന്നു. അല്ലല്ല, അങ്ങനെയല്ല, ഒരു മിനിറ്റ്. ONA അല്ല, NA ആണ് പോകുന്നത് കേട്ടോ. NA ഇവിടെ നിന്ന് പോകുന്നു, H ഇവിടെ കയറുന്നു. ഇവിടെ NaOH അല്ല പ്രോഡക്റ്റ് അപ്പോൾ വരുന്നത്, NaCl ആണ് പ്രോഡക്റ്റ് വരുന്നത് കേട്ടോ, ബൈ പ്രോഡക്റ്റ്. അവർ തെറ്റിച്ചെഴുതിയതാണ്, കാരണം HCl വെച്ചല്ലേ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ NaCl ആണ് നമുക്ക് പ്രോഡക്റ്റ് വരുന്നത്, ബൈ പ്രോഡക്റ്റ് വരുന്നത് കേട്ടോ. ഫീനോൾ കിട്ടും, അതാണ് മെയിൻ പ്രോഡക്റ്റ്. ഓക്കെ, ഇതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ്സേ ഉള്ളൂ ഇതൊക്കെ. നോക്കിയാൽ റീപ്ലേസ്മെൻറ്റ് ഓഫ് SO3H by CN എന്താണ്, SO3H-നെ CN വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ എന്താണ്, NaCN വെച്ച് അതിൻ്റെ സോൾട്ടിനെ, സോഡിയം സോൾട്ട് ഓഫ് ബെൻസീൻ സൾഫോണിക് ആസിഡിനെ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് SO3Na മൊത്തത്തോടെ പോയിട്ട് എന്ത് കിട്ടും, അവിടെ ഈ CN ഇവിടോട്ട് കയറും. ഓക്കെ,
അതുപോലെ തന്നെ NH2 ചെയ്യുന്നത് സോഡമൈഡ് ഉണ്ടാവുന്നത്, സോഡമൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ അനിലീൻ ഉണ്ടാവുന്നത്. SO3 Na അതിൻ്റെ സോഡിയം സോൾട്ട്, സോഡമൈഡ് എന്ന് പറഞ്ഞാൽ NaNH2 ആണ്. ഓക്കെ, അത് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇത് മൊത്തത്തോടെ പോയിട്ട് ഇവിടെ എന്ത് കയറുന്നു? NH2 എന്ന് പറയുന്ന ഈ ഒരു സാധനം NH2 കയറുന്നു. അപ്പോൾ നമുക്ക് അനിലീൻ കിട്ടുന്നു, Na2SO3 കിട്ടുന്നു ബൈ പ്രൊഡക്റ്റ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ അവിടെ ചെയ്യുന്നുള്ളൂ. അടുത്തത് എന്ന് പറഞ്ഞാൽ യൂസസ് ആണ്. ഈ 3-4 യൂസസേ ഉള്ളൂ. അതെന്തായാലും പഠിച്ചു വെക്കുക. യൂസസ് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ടെന്ന് തോന്നി പാട്ടിലൊക്കെ. എന്താണ് വാല്യുബിൾ സിന്തറ്റിക് റിയേജൻ്റ് ആണ് ബെൻസീൻ സൾഫോണിക് ആസിഡ്. കാരണം എന്താണ്, അതിനകത്ത് SO3H ഗ്രൂപ്പ് വളരെ എളുപ്പമായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്ത് വേറൊരു കോമ്പൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അത് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, എന്തൊക്കെ പ്രോഡക്ട്സ് നമ്മൾ അതിൽ നിന്നുണ്ടാക്കി. അനിലീൻ ഉണ്ടാക്കി, എന്താണ് CN അറ്റാച്ച് ചെയ്തുള്ള ഗ്രൂപ്പ്, സയനൈഡ് അറ്റാച്ച് ചെയ്തുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കി, പിന്നെ ഫീനോൾ ഉണ്ടാക്കി, അങ്ങനെ ബെൻസീൻ ഉണ്ടാക്കി, അങ്ങനെ കുറേ പ്രോഡക്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതൊരു സിന്തറ്റിക് ഡിറ്റർജൻ്റ് ആണ് ഇൻ ദ ഫോം ഓഫ് സോഡിയം ആൽക്കൈലേറ്റഡ് അറൈൽ സൾഫോണേറ്റ്സ്. പിന്നെ സ്ട്രോങ്ലി അസിഡിക്കും വീക്കർ ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് സൾഫോണിക് ആസിഡ് ആയതുകൊണ്ട് സൾഫോണിക് ആസിഡ്സ് ആസിഡ് കാറ്റലൈസ്ഡ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാൻ പറ്റാത്ത, സൾഫ്യൂരിക് ആസിഡ് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാൻ പറ്റാത്ത റിയാക്ഷൻസുകളിലെല്ലാം നമുക്ക് ആസിഡ് കാറ്റലിസ്റ്റ് ആയിട്ട് സൾഫോണിക് ആസിഡുകളെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഇത്ര യൂസസും പഠിച്ചു വെക്കുക. അടുത്ത നമുക്ക് ടൊളുവീൻ സൾഫോണിക് ആസിഡ് ആണ്. അത് ഒരുപാടൊന്നുമില്ല. അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. ക്ലോറമീൻ T എന്ന് പറയുന്ന ഒരു സാധനം എന്താണ് കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന്. അപ്പം ചിലപ്പോൾ ക്ലോറമീൻ T എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയാണ് വരുന്നതെന്നും ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്ലോറമീൻ T. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ടും വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്ലോറമീൻ Tയുടെ കാര്യം പറയാനായിട്ട് പറ്റും. ഓക്കെ, ടൊളുവീൻ സൾഫോണിക് ആസിഡിനെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ടൊളുവീനെ ടൊളുവീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബെൻസീൻ റിങ്ങിൽ CH3 ഗ്രൂപ്പ് വരുന്നത്. ടൊളുവീനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓർത്തോ ടൊളുവീൻ സൾഫോണിക് ആസിഡും പാരാ ടൊളുവീൻ സൾഫോണിക് ആസിഡും ഉണ്ടാവാനുള്ള സാധ്യതകൾ 50-45%. ഓക്കെ, ഓർത്തോയും ടൊളുവീൻ സൾഫോണിക് ആസിഡുമാണ് നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് തന്നെ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ലോവർ ടെമ്പറേച്ചർ ആണെങ്കിൽ നമ്മൾക്ക് ഓർത്തോ ഐസോമറും ഹയർ ടെമ്പറേച്ചർ ആണെങ്കിൽ പാരാ ഐസോമറുമാണ് കിട്ടുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് ഇപ്പം ഓർത്തോ ടൊളുവീൻ ആയാലും പാരാ ടൊളുവീൻ ആയാലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഡയറക്റ്റ് H2SO4 ചെയ്ത് കഴിഞ്ഞാൽ, H2SO4 വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ടെമ്പറേച്ചർ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. പക്ഷെ മെറ്റാ ടൊളുവീൻ സൾഫോണിക് ആസിഡ് നമുക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഉള്ള പ്രിപ്പറേഷനാണ് താഴെ പറയുന്നത്. മെറ്റാ ടൊളുവീൻ സൾഫോണിക് ആസിഡ് പാരാ ടൊളുഡീൻ മെറ്റാ സൾഫോണിക് ആസിഡ് നിന്നാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പാരാ ടൊളുഡീൻ മെറ്റാ സൾഫോണിക് ആസിഡ് ബൈ റീപ്ലേസിങ് NH2 ബൈ ഹൈഡ്രജൻ ആറ്റം വയ ഡയസോട്ടൈസേഷൻ. ഈ ഒരു സാധനത്തിൽ നിന്നാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പാരാ ടൊളുഡീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പാരാ ടൊളുഡീൻ മെറ്റാ സൾഫോണിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ടൊളുവീൻ ഗ്രൂപ്പ്, ബെൻസീൻ റിങ്ങിൽ CH3 ഗ്രൂപ്പ് വന്നാൽ അത് ടൊളുവീനാണ്. പാരാ ടൊളുഡീൻ വരാൻ കാരണം NH2 ഗ്രൂപ്പ് പാരാ പൊസിഷനിലുണ്ട്. ആൻഡ് മെറ്റാ പൊസിഷനിൽ എന്തുണ്ട്, SO3H ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരാ ടൊളുഡീൻ മെറ്റാ സൾഫോണിക് ആസിഡ്. ഇതിനെ ഡൈഅസോട്ടൈസേഷൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്താണ് ഡൈഅസോട്ടൈസേഷൻ? ഡൈഅസോട്ടൈസേഷൻ, ബെൻസീൻ ഡയസോണിയം കേട്ടിട്ടുണ്ടോ ഡൈഅസോട്ടൈസേഷൻ? നമ്മൾ പൊതുവേ ഡയസോട്ടൈസേഷൻ പറയുന്നത് C6H5NH2. ഓക്കെ, അനിലീനെ NaNO2 + HCl വെച്ച് 0 ഡിഗ്രി സെൽഷ്യസിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ബെൻസീൻ ഡയസോണിയം സോൾട്ട് കിട്ടും, C6H5 N2 പ്ലസ് N2 പ്ലസ് Cl മൈനസ്, ഇങ്ങനൊരു സോൾട്ട് കിട്ടും. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു സോൾട്ട് കിട്ടും നമുക്ക്. ഈ ഒരു ഈ പർട്ടിക്കുലർ റിയാക്ഷനെയാണ് നമ്മൾ ഡയസോട്ടൈസേഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് ഡയസോട്ടൈസേഷനിൽ ഉപയോഗിക്കുന്ന റിയേജൻസ് ആണിത്. NaNO2HC പ്ലസ് NaNO2HCl at 0 ഡിഗ്രി സെൽഷ്യസ്. ആരെങ്കിലും ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NaNO2HCl at 0 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ വെച്ച് പ്രോഡക്റ്റ് നമുക്ക് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് കിട്ടുന്ന റിയാക്ഷനാണ് ഡയസോട്ടൈസേഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ പൊതുവേ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഡയസോട്ടൈസേഷൻ നടത്തുകയാണ്. NaNO2HCl 0 ഡിഗ്രി സെൽഷ്യസ്. വേറെ ഒന്നിനും മാറ്റം വരുത്തില്ല. ഈ NH2 മാത്രം മാറിയിട്ട് N2 പ്ലസ് Cl മൈനസ് ആകുന്നു. ഓക്കെ, ഇനി എന്താണ്? രണ്ട് ഹൈഡ്രജനെ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഈ N2 പ്ലസ് Cl മൈനസ് പോകുന്നു. ഇവിടുത്തെ ഈ താഴത്തെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് അങ്ങ് പോകുന്നു. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? മെറ്റാടൊളുവീൻ സൾഫോണിക് ആസിഡ് നമുക്ക് കിട്ടുന്നു. ഇത്രേ ഉള്ളൂ, സിമ്പിൾ റിയാക്ഷനാണ്. ഡയസോട്ടൈസേഷൻ നടത്തുന്നു, എന്നിട്ട് NH2 ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിനെ പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ താഴത്തെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് പോകുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു? മെറ്റാടൊളുവീൻ സൾഫോണിക് ആസിഡ് കിട്ടുന്നു. ഇനി ഓർത്തോ ആൻഡ് പാരാടൊളുവീൻ സൾഫോണിക് ആസിഡ്സ് വൈറ്റ് ക്രിസ്റ്റൽ, ഇത് അതിൻ്റെ പ്രോപ്പർട്ടീസാണ്. വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്, അത് പഠിക്കണമെന്നില്ല. മെറ്റാ ഐസോമർ എന്ന് പറയുന്നത് കളർലെസ് ഓയിലാണ്. പിന്നെ ഓർത്തോടൊളുവീൻ സൾഫോണിക് ആസിഡ് എന്ന് പറയുന്നത് നമുക്ക് സക്കാരിൻ എന്ന് പറയുന്ന സാധനം പ്രോഡക്റ്റ് സിന്തസൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. സക്കാരിൻ എന്ന് പറയുന്ന ഒരു ഇതാണ് ഷുഗർ വരുന്ന കോമ്പൗണ്ടാണ് ഈ സക്കാരിൻ എന്ന് പറയുന്നത്. ദെൻ പാരാടൊളുവീൻ സൾഫോണിക് ആസിഡ് എന്ന് പറയുന്നത് ക്ലോറമീൻ T എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ സിന്തസിസിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ക്ലോറമീൻ T എന്താന്ന് പറഞ്ഞാൽ സോഡിയം സോൾട്ട് ഓഫ് N-ക്ലോറോ പാരാടൊളുവീൻ സൾഫണമൈഡ്. സോഡിയം സോൾട്ട് ഓഫ് N-ക്ലോറോ പാരാടൊളുവീൻ സൾഫണമൈഡ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സോഡിയം സോൾട്ട് ഓഫ് N-ക്ലോറോ പാരാടൊളുവീൻ സൾഫണമൈഡ് എന്ന് പറയാൻ കാരണം, ഒന്നാമത്തെ കാര്യം ടൊളുവീൻ സൾഫണമൈഡ് പാരാടൊളുവീൻ സൾഫണമൈഡിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് നോക്കിയേ, അമൈഡിൻ്റെ NH2 ഇവിടുന്ന് അമൈഡിൻ്റെ NH2 ഗ്രൂപ്പിനകത്താണ് മാറ്റം വരുന്നത്. ഓക്കെ, നോക്കിയേ, SO2 NH2 അവിടേക്കാണ് SO2 എന്നിനൊരു കുഴപ്പവും ഇല്ല, അവിടേക്കാണ് ഒരു H മാറിയിട്ട് Cl മൈനസ് വരുന്നത്. ഓക്കെ, അടുത്ത H മാറിയിട്ട് Na+ വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് അവിടെ ഇതിനെന്ത് പറയാൻ കാരണം? ഒന്നാമത്തെ കാര്യം നൈട്രജനിലാണ് ക്ലോറിൻ വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് N-ക്ലോറോ. പാരാ പൊസിഷനിലാണ് സോഡമൈഡ് കിടക്കുന്നത്, അതുകൊണ്ടാണ് പാരാടൊളുവീൻ സൾഫണമൈഡ് എന്ന് പറയുന്നത്. സോഡിയം സോൾട്ട് ഓഫ് N-ക്ലോറോ എന്ന് പറയാൻ കാരണം എന്താണ്? Na+ അവിടെ വന്നേക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ സോഡിയം സോൾട്ടാണ് കിട്ടിയേക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു ക്ലോറമീൻ Tയെ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണത് സിന്തസൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. നോക്കിയേ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുകയാണ്? പാരാടൊളുവീൻ സൾഫോണിക് ആസിഡ് എടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? പാരാ പൊസിഷനിൽ SO3H ഗ്രൂപ്പ് വരുന്നു, ടൊളുവീനകത്ത് പാരാ പൊസിഷനിൽ SO3H ഗ്രൂപ്പ് വരുന്നു. ഓക്കെ, അതിനെ PCl5 വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു ഇവിടുന്ന് ഒരു OH എലിമിനേറ്റ് ചെയ്ത് പോകും, Cl ഇങ്ങോട്ട് വരും. ഓക്കെ, SO2 Cl. SO2 Cl. ഓക്കെ, ഇനി NH3 ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ Cl പോയിട്ട് എന്ത് കിട്ടും? NH2 ഗ്രൂപ്പ് അവിടെ കയറും, SO2 NH2.
ആൻഡ് NaOCl ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന പ്രോഡക്റ്റാണ് ക്ലോറമീൻ ടി SO2N Cl-Na+. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ക്ലോറമീൻ ടി എന്ന് പറയുന്ന പാരാ പൊസിഷനിൽ എന്ത് വരുന്നതാണ്? SO2N Cl- Na+. ഓക്കെ, പ്രത്യേകിച്ച് ഈ ഒരു റിയാക്ഷൻ എഴുതി വെച്ചാൽ തന്നെ മാർക്ക് കിട്ടും. ക്ലോറമീൻ ടി എന്തിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്? പാരാടോളുവീൻ സൾഫോണിക് ആസിഡിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓർത്ത് വെക്കണം കേട്ടോ. അടുത്തത് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡും അതും കൂടിയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഇതിൽ പറയാനായിട്ട്. ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.